മലയാളികൾ ഗൾഫിൽ വന്നിട്ട് ലൈസൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു കാറ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാവരും ഫേസ്ബുക്കിൽ അതിലൊക്കെ പോയി ചാടിക്കയറി ഒരു വണ്ടി എടുക്കും, യൂസ്ഡ് വണ്ടി. അങ്ങനെ പെടുന്നവരുമുണ്ട്, അതിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, പിന്നെ നമ്മുടെ തലേന്ന് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാകുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നാട്ടിലൊരു 1 ലക്ഷം രൂപയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപയ്ക്കൊക്കെ വണ്ടി കിട്ടുമായിരിക്കും. അങ്ങനെ വണ്ടി എടുക്കുമ്പോൾ കിടിലം വണ്ടികളും നമുക്ക് കിട്ടും, അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള വണ്ടികളും കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഏതുപോലത്തെ വണ്ടി കിട്ടും എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ, വളരെ സെൻസിറ്റീവായി നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയാണ്. വൺ 1.8 ലിറ്റർ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഇക്കോടെക്കിൻ്റെ എഞ്ചിനാണ്. നമ്മുടെ നാട്ടിൽ ഇത് 2000, അതായത് 2000 cc 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഡീസലാണ്, ഡീസൽ റോക്കറ്റ് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് 1.8 ലിറ്റർ എഞ്ചിനിലാണ് ഇത് അവൈലബിൾ. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഇവിടെ ഒരു 13,000-12,000 തരത്തിലാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു റേറ്റ് തൊട്ട് 5,000-6,000 റേറ്റ് തൊട്ട് വരെ ഇത് അവൈലബിൾ ആണ്. ഈ വണ്ടി കണ്ടീഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു വിലയ്ക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും അട്ടാർ ഫീച്ചേഴ്സൊക്കെ വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരു വണ്ടിയുടെ ഔട്ട്ലുക്കും പിന്നെ ഇൻസൈഡൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ റൂം ഒന്ന് കാണാം. വളരെ നീറ്റായിട്ടുള്ളൊരു എൻജിൻ റൂമാണ്. ഹീറ്റ് വെൻറ്റിലേഷനൊക്കെ ഉണ്ട്. ഓയിലും കാര്യങ്ങളൊന്നും ഇതുപോലെ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. കൂളൻ്റ് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടുന്നൊരു വണ്ടിയാണ്. പിന്നെ ഇത് സൗത്ത് ഈസ്റ്റ് കൊറിയ സ്പെക്കാണ്, GCC സ്പെക്കല്ല. അപ്പോൾ ഇതിനെ വളരെ സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി അധികം നിൽക്കത്തില്ല, എപ്പോഴും പണി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വണ്ടിയാണ്. കൂളൻറ്റും ഓയിലും തമ്മിൽ മിക്സ് ആകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരുന്നതാണ് ഓവർ ഹീറ്റിംഗ് ആവും. ഗൈസ് നമ്മളിനി വണ്ടിയുടെ ഇൻറ്റീരിയറാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ സ്റ്റിയറിംഗ് ആണ്. ലെഫ്റ്റ് സൈഡ് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് വന്നിട്ടുണ്ട് സ്റ്റിയറിംഗിൽ. അതുപോലെ റൈറ്റ് സൈഡ് വോളിയം കൺട്രോൾ, ട്രാക്ക് ചേഞ്ച് ചെയ്യൽ, നമുക്ക് ഹാൻഡ്സ് ഫ്രീ കോളിംഗ് അതിനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു അടിപൊളി ക്ലസ്റ്റർ യൂണിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡ് തന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ചസും കൺട്രോൾസും വന്നിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് പവർ വിൻഡോയും പിന്നെ OBRMൻ്റെ കൺട്രോൾസും വന്നിരിക്കുന്നത്. പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ സൈഡിലൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് 2 ഡോറിലും. അത്യാവശ്യം ഒരു 6 ഇഞ്ചിൻ്റെ സ്പീക്കേഴ്സ് 2 ഡോറിലും വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ ഡോറിലും ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡ് ഗ്ലോ ബോക്സിൽ ലൈറ്റ് അടങ്ങിയ ഒരു ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആണത്. ഡ്യുവൽ ടോൺ ഉള്ള ഒരു ഇൻറ്റീരിയറാണ്. ഒരു ബ്രൗണിഷ് ചോക്ലേറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൺറൂഫ് ഉണ്ട്. സൺറൂഫിൽ നമുക്ക് മാനുവലായിട്ട് സൺറൂഫിൻ്റെ ആ ഒരു ഫസ്റ്റ് കവർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സൺറൂഫ് ഓപ്പറേറ്റ് ചെയ്യാനാണ്. 2 രീതിയിലുള്ള ഓപ്പറേഷനാണ് സൺറൂഫിന് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് പിൻഭാഗം മാത്രം ഇങ്ങനെ പൊക്കിയും താഴ്ത്തിയും വെക്കാനും പിന്നെ സൺറൂഫ് ഒറ്റയടിക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ സ്വിച്ചസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പൊടി അഴുക്കൊക്കെ നന്നായിട്ട് അടിച്ചു കയറുന്ന സമയത്ത് ഈ ഒരു സൺറൂഫ് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊരു പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുള്ളൊരു സൺറൂഫാണ്. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നൊരു സൺറൂഫ് തന്നെയാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ വന്നിട്ട് ഒരു ആംറസ്റ്റും അതിനകത്ത് കുറച്ച് സ്പേസ് ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണതും. പുറകിലെ സീറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അത്യാവശ്യം സ്പേഷ്യസ് ആണ് പുറകു ഭാഗം. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ മുകൾ വശം തലയൊന്നും ഇടിക്കത്തില്ല. നല്ല സ്പേസാണ്, നല്ല സൂപ്പറായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ സെൻറ്ററിലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് വെക്കാനുള്ള ഹോൾഡർ ഉണ്ട്. നല്ല കുറച്ച് വലുപ്പം കൂടിയിട്ടുള്ളൊരു ആംറസ്റ്റാണ് കേട്ടോ അതും. അപ്പോൾ നമുക്കിത് ആവശ്യാനുസരണം മടക്കി വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ശരിക്കൊരു ചെറിയൊരു ലക്ഷറീസ് വണ്ടിയാണെന്ന് തന്നെ പറയാം. അതുപോലെ ഹെഡ് ലാമ്പ് വന്നിട്ട് LED ലാമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അലോയ് വീൽസ് വന്നിട്ട് 18 ഇഞ്ചിൻ്റെ വലിയ വണ്ടികളിലൊക്കെ വരുന്ന സൈസാണ്. പിന്നെ ഇൻസൈഡ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. നല്ല വെളിച്ചം തരുന്ന ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാലജൻ ലാമ്പാണ്, പക്ഷേ എങ്കിലും നല്ല വെളിച്ചമുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് റിമോട്ടിൽ തന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ ഡിക്കിയുടെ ഈ ഒരു അടിഭാഗത്ത് ഒരു സ്വിച്ച് ഉണ്ട്. അത് അമർത്തി കഴിഞ്ഞാൽ ഡിക്കി ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരും. 490 ലിറ്ററാണ് ഡിക്കി സ്പേസ്. അപ്പോൾ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും.
എയർപോർട്ടിൽ പോയി കളക്ട് ചെയ്യുന്നവർക്കൊക്കെ സൂപ്പറാണ് ഈ ഒരു വണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊരു ഏകദേശം 1.5 ലക്ഷം 1 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു ലക്ഷറിയസ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുന്നത്. പക്ഷേ ഒരു BMW 3 സീരീസിൻ്റെ ഒക്കെ ഒരു മെയിൻ്റെനൻസ് ചിലവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നന്നായി നോക്കുകയാണെങ്കിൽ നല്ല ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കൊണ്ടെടുക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അജൂസ് വ്ളോഗ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള നല്ല യൂസ്ഡ് കാർസിൻ്റെ റിവ്യൂ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അജു പത്മനാഭൻ.